Hi, my name is Rizwa and I'm a pastry student. So ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് 10 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേർഷ്യൻ ഡെസേർട്ടാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആൽമണ്ട് ഫ്ലോർ ആണ്. പിന്നെ നമുക്ക് ഫ്ലേവറിങ്ങിന് സാഫ്രൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒറിജിനൽ സാഫ്രൻ കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതോ ഓർ റോസ് വാട്ടർ. സാഫ്രൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കളർ കൊടുക്കാനാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കളറിന് വേണ്ടി. ഫ്ലേവറിങ് എപ്പോഴും റോസ് വാട്ടർ, ഓറഞ്ച് ബ്ലോസം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവറിങ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് സാഫ്രനാണ്. സാഫ്രൻ ഇല്ലാന്നുണ്ടെങ്കിൽ ടെർമറിക് ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണുണ്ട് എന്തായാലും, എന്നാൽ ആ ഒരു ബ്രൈറ്റ് കളർ വരുള്ളൂ. കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ സാഫ്രൻ ഇട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇത് ആൽമണ്ട് ഫ്ലോറാണ്. ആൽമണ്ട് ഫ്ലോറ്, പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഈ സാഫ്രൺ മിക്സ്. ഇത്രയും വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണം. ഒരു 1/4 കപ്പ് കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്യണുണ്ട് ഇതിലേക്ക്. ഇനി നമ്മൾ നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കണം. സിഫ്റ്റ് ചെയ്യണത് അതിൽ ലംസ് പോകാനാണ്, തരി കളയാനല്ല. ലംസ് എന്ന് പറയുമ്പോൾ ഉണ്ട പോലെ ഇങ്ങനെ കിടക്കൂല, അത് തരി ഒരിക്കലും കളയരുത്. ലാസ്റ്റ് തന്നെ തരി തിരിച്ച് നമുക്കതിലേക്ക് ഇടാം. പൗഡേർഡ് ഷുഗറും നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കണം. ഒരിക്കലും ഇത് ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ സാഫ്രൺ ഇൻഫ്യൂസ് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊഴിക്കാം. വാം വാട്ടറിൽ നമ്മൾ സാഫ്രൺ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ സാഫ്രണിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ് വാട്ടർ എപ്പോഴും ഒരു അറേബ്യൻ ഫ്ലേവറാണ്. ഇപ്പോൾ റോസ് വാട്ടർ, ഓറഞ്ച് ബ്ലോസോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. പ്രിഫറബിളി റോസ് വാട്ടറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊരു ലഡുവിടെ അത്രയും മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോ അല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡോ ആണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമ്മൾ നമ്മുടെ ഒരു ലിക്വിഡ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിത് കൈകൊണ്ട് തന്നെ ചെയ്യണത്. നമുക്ക് ആ ഒരു ആദ്യം തരിതര പോലെ വരും. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ചെയ്താൽ മതി. ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ അത് നമ്മൾ പുട്ടിനൊക്കെ, എനിക്കറിഞ്ഞൂടാ, ഞാൻ പുട്ടിന് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് നനക്കുമ്പോൾ അത് വെള്ളം വലിച്ച് അങ്ങനെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് ഈ ഒരു ക്രംബിൾ ഡോ കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു റോളാക്കി എടുത്ത് വെക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പിസ്താഷ്യോ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. പിസ്താഷ്യോ ഇതിൻ്റെ ഭയങ്കര കോമ്പിനേഷനാണ്. ഫുൾ റെസിപ്പി താഴെയുള്ള ലിങ്കിലുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.